നമുക്ക് ഇന്നത്തെ ധ്യാനം പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ അധരങ്ങളെ തുറന്നു തരണമേ. പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കണമേ. വാക്കുകളെ തരണമേ. വായിക്കുന്ന ഭാഗങ്ങൾ, ധ്യാനിക്കുന്ന ഭാഗങ്ങൾ ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൊണ്ടുപോവുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളുടെ ഹൃദയത്തിൽ അത് മനസ്സിലാക്കുവാൻ ഇടയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശ്രോതാക്കളെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വചനം അവരുടെ ഹൃദയങ്ങളിൽ പതിയാനും കർത്താവെ അത് ആഴമായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ പതിയാനും ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുവാനും ക്രൂശിതനായ ഞങ്ങളുടെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് നിന്നെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് ജീവിക്കുവാനുള്ള വലിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മൾ പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരുന്ന് സഹായിക്കണമേ. വാക്കുകളിൽ തരണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മൾ ഗലാത്യ 5-ാം അധ്യായം 15-ാം വാക്യം മുതൽ നമുക്ക് ധ്യാനിക്കാം. 15-ാം വാക്യം ഞാൻ വായിക്കുന്നു. എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ക്രിസ്തീയ സഭയിലെ ആൾക്കാരോടാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? പരസ്പരം കടിച്ചു കീറരുത്, വിഴുങ്ങരുത്. നമ്മൾ ജീവിക്കുന്നത് സ്നേഹത്തോടുകൂടിയായിരിക്കണം. പരസ്പരം കടിച്ചു കീറി ജീവിക്കാനല്ല. അതാണെങ്കിൽ പിന്നെ ക്രിസ്തീയ സഭയിലോട്ട് കടന്നു വരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പരസ്പരം കടിച്ചു കീറിയാൽ പ്രായോഗികമായിട്ട് എന്താ സംഭവിക്കുന്നത്? രണ്ടുപേരും നശിച്ചു പോകും. നാം ജീവിക്കണം, മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കണം. അവർ ജീവിക്കാനുള്ള സാഹചര്യങ്ങളെ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുകയും വേണം. അതായിരിക്കണം നമ്മുടെ തത്വം. നാം ജീവിച്ചു, നമ്മളെപ്പോലെ മറ്റുള്ളവരും ജീവിക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളുണ്ടാക്കി കൊടുക്കണം. നമ്മൾ അവരുടെ ജീവിതത്തിന് യാതൊരു തടസ്സവും ഉണ്ടാക്കരുതെന്ന് മാത്രമല്ല, പ്രായോഗികമായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്ത് ജീവിക്കുവാൻ നമ്മൾ അനുവദിക്കണം. സഭയ്ക്ക് ഉള്ളിൽ ഒരു പിണക്കം ഏതായാലും പാടില്ല. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഫിലിപ്പിയർ 4-ാം അധ്യായം 12-ാം വാക്യം, കർത്താവിൽ ഏകമനസ്സോടെ ഇരിക്കുവാൻ ഞാൻ എവോദിയായോടും സിന്ധിക്കയോടും അഭ്യർത്ഥിക്കുന്നു. ഫിലിപ്പിയൻ സഭയിലെ 2 വ്യക്തികളുടെ പേരാണ്. അവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലെന്ന് വന്നപ്പോൾ പൗലോസ് എഴുതുകയാണ്, നിങ്ങൾ ഏക മനസ്സോടെ ആയിരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. മേലധികാരികൾ അങ്ങനെ പഠിപ്പിക്കണം. വ്യക്തികൾ തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടാകരുത്. അത് കർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല. സ്നേഹത്തോടുകൂടി ജീവിക്കണം. അതാണ് സഭ ആഗ്രഹിക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത്. 16-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ക്രിസ്തീയ പുത്രത്വത്തിൻ്റെ തത്വം എന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണല്ലോ നാം മക്കളാണ്, ദൈവത്തിൻ്റെ ദത്തുപുത്രരാണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതുകൊണ്ടാണ്. നമ്മുടെ ക്രിസ്തീയ പ്രവർത്തനങ്ങളുടെ എല്ലാം തത്വം പരിശുദ്ധാത്മാവ് തന്നെയാണ്. റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിലെ പൗലോസ് ഇങ്ങനെ പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഈ ലോകത്തിലെ എല്ലാവരെയും ഒന്നിച്ചല്ല പറയുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അപ്പം ദൈവത്തിൻ്റെ പുത്രന്മാരല്ലാത്ത ആൾക്കാരും ഈ ഭൂമിയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എഫേസോസ് ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം തന്നെ പറയുന്നു, കർത്താവിന് വേണ്ടി തടവുകാരനായിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക്
ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. അപ്പം നമ്മളെ വിളിച്ചിരിക്കുകയാണ്, വിളിച്ചത് ക്രിസ്തു തന്നെയാണ്. ആ വിളിക്ക് യോഗ്യമായ രീതിയിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. എല്ലാവരെയും പോലെ ജീവിക്കരുത്. ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ആ സ്ഥാനത്തിന് യോഗ്യമായ രീതിയിൽ നമ്മൾ ജീവിക്കണം. നമ്മുടെ പ്രവർത്തനം കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ മനസ്സിലാകണം, ഇവൻ ക്രിസ്തുവിൻ്റെ ഒരു പുത്രനാണ് എന്ന് മനസ്സിലാക്കണം. വിശ്വാസികളുടെ നടപ്പിന് ചില പ്രത്യേകതകൾ ഉണ്ടാകണം. ഒന്ന്, പുതുജീവനിലായിരിക്കണം അവൻ നടക്കേണ്ടത്. പഴയതുപോലെ ഒന്നും നടന്നാൽ പോരാ, പുതുജീവനിൽ നടക്കണം. റോമാലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. നമുക്ക് ഒരു സംസ്കാരം, ശവസംസ്കാരം എന്നുള്ള അർത്ഥം, ഒരു ഉയർത്തെഴുന്നേൽപ്പും സംഭവിച്ചു കഴിഞ്ഞു. നാം സംസ്കരിക്കപ്പെട്ടത് ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർന്ന് നമ്മളും സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. പാപത്തെ സംബന്ധിച്ച് നമ്മളങ്ങ് അടക്കപ്പെട്ടു. ഇനി നമ്മൾ ഉയർത്തെഴുന്നേക്കുമെന്നല്ല, ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മൾ ഉയർത്തെഴുന്നേറ്റു. എന്തിന്? പുതിയ ജീവിതം നയിക്കാനാണ്. പാപത്തെ സംബന്ധിച്ച് സംസ്കരിക്കപ്പെട്ടിട്ട് ഉയർത്തെഴുന്നേറ്റത് പുതിയ ഒരു ജീവിതം നയിക്കാനാണ്. അങ്ങനെ ഈ ഭൂമിയിൽ തന്നെ, സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല, ഈ ഭൂമിയിലെ കാര്യമെന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു പുതു ജീവിതം നയിക്കണം. പാപത്തിൻ്റെ പാപമല്ല സംസ്കരിക്കപ്പെട്ടു, നാം ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പുതിയ ഒരു ജീവിതം നയിക്കാൻ. രണ്ടാമത്തെ കാര്യം, നാം വിശ്വാസത്താൽ വേണം നയിക്കപ്പെടാൻ. 2 കൊരിന്ത്യർ 5:7 പൗലോസ് എഴുതിയിരിക്കുന്നു: ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലെ അല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ വാചകം ഓർക്കണം. നമ്മൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ദൈവത്തെ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ തൂങ്ങി മരിച്ചു ഉയർത്തെഴുന്നേറ്റു നമ്മളെല്ലാം വിശ്വസിക്കുകയാണ്. നേരിട്ട് കണ്ടില്ല. തോമസ് അപ്പോസ്തലനോട് പറഞ്ഞില്ലേ, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. തോമസ് അപ്പോസ്തലനെ കണ്ട് തൊട്ടെങ്കിലേ വിശ്വസിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ടു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിശ്വാസം എന്ന് പറയുന്നത് തന്നെ അതാണ്. സർവശക്തനായ, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ, നമ്മളെ രക്ഷിച്ചവനായ, സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നവനായ, പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസം. കണ്ടിട്ടല്ല, കാണാതെയാണ്. എന്നെ നടത്തിയ എൻ്റെ ജീവിതത്തിൻ്റെ ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ എന്തെല്ലാം കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെയാണ് നമുക്ക് ലഭിച്ചത്. നമുക്ക് ജീവൻ ലഭിച്ചില്ലേ? ഒരു ആത്മീയജീവിതം നയിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നില്ലേ? ദൈവത്തിൻ്റെ കരുണയല്ലേ? വിശ്വാസത്താൽ ലഭിക്കുന്നു, കാഴ്ചയാലല്ല നമ്മൾ നയിക്കപ്പെടുന്നത്. ആ വിശ്വാസത്തിൻ്റെ ഉറപ്പാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ജീവിതം വിശ്വാസത്താൽ നയിക്കപ്പെടണം. മൂന്നാമത്തെ ഒരു കാര്യം, നാം സ്നേഹത്തിൽ ജീവിക്കണം. സ്നേഹമില്ലാത്തൊരു ജീവിതം അതൊരു ക്രിസ്ത്യ ജീവിതമല്ല. ദൈവം നമ്മളെ സ്നേഹിച്ചു, ദൈവം സ്നേഹമാണ്. നാം ദൈവത്തെ സ്നേഹിക്കുന്നു, സഹോദരങ്ങളെയും സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ സ്നേഹിക്കണം. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ ഞാൻ കാണാത്ത ദൈവത്തെ അങ്ങ് സ്നേഹിക്കുകയാണ് എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. അവൻ കാണാത്ത ദൈവത്തെ സ്നേഹിക്കാനൊക്കത്തില്ല. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിക്കുക സാധ്യമല്ല. എഫെസോസ് 5:2 പൗലോസ് നമ്മളോട് പറയുന്നു, ക്രിസ്തു
നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവീൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. കർത്താവായ യേശുക്രിസ്തു നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? നാം അതുപോലെ വേണം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ. കർത്താവ് സുരഭില കാഴ്ചയായിട്ടും ബലിയുമായിട്ട് തന്നെ സമർപ്പിച്ചു. നമുക്ക് വേണ്ടി അവൻ ബലിയായിത്തീർന്നു, ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമ്മൾ അതുപോലെ സ്നേഹിക്കണം. ജീവനെ കൊടുത്തും സ്നേഹിതനെ സ്നേഹിതനായി തന്നെ കരുതണം. നാലാമതൊരു കാര്യം പറയാനുള്ളത്, നാം കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരു കാര്യം ആലോചിച്ചു, നമ്മുടെ ബുദ്ധി അനുസരിച്ച് അങ്ങ് ചെയ്യുക, അങ്ങനല്ല ചെയ്യേണ്ടത്. ഈ കാര്യത്തിന്മേൽ കർത്താവിൻ്റെ അഭീഷ്ടം എന്താണെന്ന് നമ്മൾ ചോദിക്കണം, മനസ്സിലാക്കണം. നമ്മൾ എന്ത് ചെയ്താലും അത് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ചായിരിക്കണം. വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്നും വിരുദ്ധമായിട്ടൊന്നും നമ്മൾ ചെയ്യരുത്. കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ചേ ചെയ്യാവൂ. പ്രാർത്ഥിച്ച് കഴിയുമ്പോഴും നമ്മളൊരു വാചകം ചേർത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെ. കർത്താവേ, എല്ലാം ഞാൻ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, അങ്ങയുടെ ഇഷ്ടം ഹിതം മാത്രം നടക്കണമേ. യേശു കർത്താവ് അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. പിതാവേ, എന്നെ ഈ ക്രൂശ് മരണത്തിൽ നിന്ന് മാറ്റണമേ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നു, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. നാം എന്ത് ചെയ്താലും കർത്താവിൻ്റെ ഹിതമനുസരിച്ചായിരിക്കണം. ആയിരിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ചില കാര്യങ്ങളെ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. ജോലി സംബന്ധമായിട്ടോ ഏതെങ്കിലും ഒരു കാര്യത്തിനൊരു തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും എന്താണ് എടുക്കേണ്ട തീരുമാനം എന്ന് പെട്ടെന്ന് തീരുമാനിക്കാൻ ഒക്കുന്നില്ലായിരിക്കും. അഥവാ നമുക്കങ്ങനെ തീരുമാനമെടുക്കാൻ കഴിവുണ്ടെങ്കിൽ പോലും കർത്താവേ, നിൻ്റെ ഹിതം എന്തെന്ന് നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. കാര്യം കർത്താവിൻ്റെ ഹിതം മാത്രമാണ് നടപ്പിലാകേണ്ടത്. അതുവേണ്ടി നമ്മൾ അങ്ങനെ അന്വേഷിക്കണം, പ്രാർത്ഥിക്കണം. എഫേസ്യസ് 5:17 പറയുകയാണ്, ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടമെന്തെന്ന് മനസ്സിലാക്കുവിൻ. അഞ്ചാമതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രകാശത്തിൽ വേണം സഞ്ചരിക്കാൻ. 1 യോഹന്നാൻ 1:7 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നിങ്ങളും പ്രകാശത്തിൽ സഞ്ചരിക്കണം, എന്നാൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. പരസ്പരം ഒരു കൂട്ടായ്മ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ പ്രകാശത്തിൽ വേണം നടക്കാൻ. പ്രകാശം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. യേശു ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ആറാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തു നടന്ന അതേ വഴിയിൽ കൂടെ വേണം നമ്മൾ നടക്കാൻ. വഴി മാറിപ്പോകരുത്. ക്രിസ്തു നടന്ന അതേ വഴിയിൽ കൂടെ നമ്മൾ നടക്കണം. 1 യോഹന്നാൻ 2:6 ഇങ്ങനെ പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ തന്നെ നടക്കേണ്ടതാകുന്നു. ക്രിസ്തു ഏത് രീതിയിലാണ് നമുക്ക് മാതൃകയായിട്ട് നടന്നത്, അതുപോലെ നടക്കണം. അതേ വഴിയിൽ കൂടെ നടക്കാവൂ. ഒരു വഴിയേ ഉള്ളൂ, അത് ക്രിസ്തു തന്നെയാണ്. വേറെ അങ്ങനെ ആകാം, ഇങ്ങനെ ആകാം, അങ്ങനെയും ചിന്തിക്കാം, ഇങ്ങനെയും ആകാം എന്നൊന്നും നമ്മൾ പറഞ്ഞു കളയരുത്. ദൈവവചനത്തിന് അനുസരിച്ച് മാത്രം ജീവിക്കണം. ക്രിസ്തു നടന്ന അതേ വഴി. ക്രിസ്തു നടന്ന വഴിയിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു വഴിയിൽ കൂടെ ആയിരിക്കും നമ്മൾ നടക്കേണ്ടത്. കർത്താവ് അങ്ങനെ പറഞ്ഞേച്ചാ സ്വർഗത്തിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടതകൾ ഉണ്ടാകും. അപ്പോൾ കഷ്ടതകളില്ലാത്ത ഒരു ജീവിതമാണ് ഈ ലോകമെന്നൊന്നും വിചാരിച്ചു കളയരുത്. ആ കഷ്ടതകളിൽ കൂടെ കർത്താവ് അത് സഹിച്ചല്ലോ, നമുക്കും അവനെ പോലെ സഹിച്ച് മുന്നോട്ട് പോകാൻ നാം തയ്യാറാകണം. ആത്മീയമായ ഈ ജീവിതത്തിന് നമ്മൾ ഭാരപ്പെടേണ്ട. ഇതെങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കുമെന്ന് ഭാരപ്പെടേണ്ട. കാരണം
അതിന് ദൈവികമായ ഒരു സംരക്ഷണം ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം, ആത്മീയ ജീവൻ വചനത്തിലാണ്. ദൈവവചനത്താലാണ് നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ നയിക്കുന്നത്. നിയമാവർത്തനം 8:3 പറയുന്നു, അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കാൻ ഇടയാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിൻ്റെ ഒരു കാര്യം അവിടെ പറഞ്ഞത്, അവരെ ഒന്ന് എളിമപ്പെടുത്തി. വിശപ്പ് വഴി ഈജിപ്തിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പോകുന്ന വഴിയുടെ കാര്യമാണ്. വിശപ്പറിയാനിടയാക്കി. ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, ഞങ്ങളിവിടെ പട്ടിണി കിടന്ന് കൊല്ലാനാണോ കൊണ്ടുവന്നത് എന്ന് മോശയോട് അവർ പിറുപിറുക്കുന്നുണ്ട്. ഭക്ഷണം കിട്ടാതൊക്കെ വന്നു. അപ്പോൾ എന്തിനാണ് അങ്ങനെ സംഭവിച്ചത്? സ്വർഗത്തിൽ നിന്ന് മന്ന ഇറക്കി കൊടുക്കാൻ കർത്താവ് തിരുമനസ്സായിട്ടുണ്ട്. അങ്ങനെ ദൈവം അവരെ നേരിട്ട് സംരക്ഷിക്കുമെന്ന് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവർക്ക് ഇപ്പോൾ ഒരു വിശപ്പ് അനുഭവിക്കാൻ ദൈവം ഇടയാക്കിയത്. അവർക്ക് അപരിചിതമായ മന്ന കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുന്നു. അതിനുവേണ്ടിയാണ്. എന്തിനാണ് അങ്ങനെയും ചെയ്യുന്നത്? മനുഷ്യൻ ജീവിക്കുന്നത് ഈ ലോകത്തിൻ്റെ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ, അവർ മനസ്സിലാക്കാൻ, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തിൻ്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണ്ട. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, യേശു കർത്താവ് നമ്മളോട് പറഞ്ഞു, നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കണം, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആകുലപ്പെടുകയൊക്കെയാണ്. എന്ത് ഭക്ഷിക്കും, എന്ത് ധരിക്കും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു, ഈ ആകാശത്തിലെ പക്ഷികളെ നോക്ക്, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു, ഒന്നും കൊണ്ട് ഭാരപ്പെടേണ്ട. ഇതാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്. അടുത്തൊരു കാര്യം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ആത്മീയ ജീവിതം വിശ്വാസത്താൽ സുരക്ഷിതമാണ്. യോഹന്നാന്റെ സുവിശേഷം 5:24, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രസ്തുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്, സത്യസത്യമായി, വളരെ സത്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. യേശു കർത്താവ് പറഞ്ഞ വാചകമാണത്, സത്യസത്യമായി എന്ന് തുടങ്ങുന്നത്. എന്നെ അയച്ചവനെ വിശ്വസിക്കണം, എൻ്റെ വചനം കേൾക്കണം. യേശു കർത്താവ് പറഞ്ഞതൊക്കെ നമ്മളൊന്ന് കേൾക്കാനെങ്കിൽ ആദ്യം തയ്യാറാണ്, കേട്ടിട്ടാണല്ല വിശ്വസിക്കുന്നത്. അപ്പോൾ കേൾക്കണം, അങ്ങനെയൊക്കെ കേട്ടിട്ട് വിശ്വസിക്കണം. യേശുവിനെ അയച്ച പിതാവായി ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. നിത്യജീവൻ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ല, ശിക്ഷിച്ചടിച്ചിട്ട് ആ പാപത്തിൻ്റെ ശിക്ഷ നീ ഇത്രയും കണ്ട് അനുഭവിക്കുന്നു പറഞ്ഞ് ശിക്ഷിച്ചിട്ട് ഇനിയും കുഴപ്പമില്ല, പോരെ, സ്വർഗത്തിലോട്ട് കൊണ്ടുപോവാ എന്നല്ല യേശു പറഞ്ഞിരിക്കുന്നത്. അത് ഓർക്കണം. ശിക്ഷാവിധി ഇല്ല. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുത്തിരിക്കുകയാണ്. ശിക്ഷ എന്തിയെ? യേശു കർത്താവിൻ്റെ ശരീരത്തിൽ വഹിച്ചു. അതാണ് ഗദ്സമേന തോട്ടം മുതൽ കാൽവരിയിലെ കുരിശിൽ വരെ നമ്മൾ കാണുന്നത്. അവൻ്റെ ശരീരത്തിൽ അടികൊണ്ടത്, തലയിൽ മുൾക്കിരീടം ചൂടിയത്, നമുക്ക് വേണ്ടി മരിച്ചത്. ശിക്ഷ അവനേറ്റു.
നമ്മളെ ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിച്ചു. ശിക്ഷിച്ചിട്ട് അങ്ങോട്ട് കയറ്റുവാണെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. അങ്ങനെയല്ല, ശിക്ഷിക്കാതെ കയറ്റുകയാണ്. ശിക്ഷ യേശു ഏറ്റു. യേശു പറഞ്ഞ കാര്യമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരെ പ്രത്യുതാപൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇനി കടക്കുമെന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് അവർ ജീവനിലേക്ക് കടന്നിരിക്കുന്നു. നിത്യജീവൻ അവകാശികളാണ്, അതിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഗലാത്യ നമ്മൾ പഠിക്കുന്ന ആ കത്തിൽ നിന്ന് 2-ാം അധ്യായം 20-ാം വാക്യം പറയുന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പൗലോസിൻ്റെ ജീവിതം നമുക്ക് മാതൃകയായിരിക്കണം. പൗലോസ് പറയുന്നു, ഞാനല്ല ഇനി ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോഴത്തെ എൻ്റെ ഐഹിക ജീവിതം എന്ന് പറയുന്നത് അത് ദൈവപുത്രനെ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ദൈവപുത്രനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. നമ്മളെല്ലാവരും അതുപോലെ ജീവിക്കുവാൻ താല്പര്യപ്പെടണം, താല്പര്യം കാണിക്കണം. 4-മതൊരു വിഷയം, നമ്മുടെ സർവപ്രധാനമായ വിഷയമെന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയായിരിക്കണം. ഫിലിപ്പിയ 1:21 വാക്യത്തിൽ പൗലോസ് പറയുന്നു, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ജീവിതം ക്രിസ്തുവാണ്, വേറൊന്നിനുമല്ല ഞാനിവിടെ ജീവിക്കുന്നത്. ക്രിസ്തു, എൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി, അവന് വേണ്ടി ഞാനിവിടെ ജീവിക്കുന്നു. മരിക്കുന്നതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് അതൊരു നേട്ടമാണ് എനിക്ക്. കാരണം എനിക്ക് സ്വർഗ്ഗത്തിൽ സുഖമായിട്ടിരിക്കാമല്ലോ. 2-ാമത്തെ വരവിലാണ് നമ്മളെല്ലാം എടുക്കുന്നത്. എങ്കിലും നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശമായി തീരുമല്ലോ. ഒരു നേട്ടമാണല്ലോ മരണം, നേട്ടമാണ്. പൗലോസിനെ സംബന്ധിച്ചെന്ന് മാത്രമല്ല, നമ്മളെയും സംബന്ധിച്ച് മരണം നേട്ടമാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. മരിക്കുമല്ലോ എന്ന് വിചാരിച്ചൊന്നും ഭാരപ്പെടണ്ട, നേട്ടമാണത്. ഓടാൻ മത്സരത്തിൽ നിൽക്കുന്നവൻ ഓടി തീർക്കുമ്പോൾ അയ്യോ ഇനി ഓടാനില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കണ്ടല്ലോ. ഓടി അവൻ ഒന്നാമത് വന്നു, നേട്ടം കിട്ടി, ഫസ്റ്റ് പ്രൈസ്, പിന്നെ വിഷമിക്കണ്ടല്ലോ. അപ്പോൾ ഈ മരണമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഓട്ടത്തിൻ്റെ അവസാനം, അത് നേട്ടമാണ്. പിന്നെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സഹോദരനെ സ്നേഹിക്കണം ഈ ലോകത്തിലായിരിക്കുമ്പോൾ. 1 യോഹന്നാൻ 3:14 സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ സഹോദരനെ സ്നേഹിക്കാതെ വഴക്കമുണ്ടാക്കി മനസ്സിൽ ദേഷ്യം വെച്ച് ഇങ്ങനെ ഇരുന്നാൽ ഈ ജീവനിലേക്ക് നമുക്ക് കടന്നു എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. നമുക്ക് ഉറപ്പ് വേണ്ടേ, നാം ജീവനിലേക്ക് കടന്നിരിക്കുന്നു, നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പ് വരണ്ടേ. സഹോദരനെ സ്നേഹിക്കാത്തവർക്കത് പറയാനൊക്കത്തില്ല. സഹോദരനെ സ്നേഹിക്കണം, അപ്പോഴേ നമുക്ക് അത് പറയാനായിട്ട് ഒക്കത്തുള്ളൂ. വേറൊരു കാര്യം, നമുക്ക് ദുർമോഹം പാടില്ല. മത്തായിയുടെ സുവിശേഷം 5:28 യേശു പഠിപ്പിക്കുകയാണ്, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചൂഴ്ഞ്ഞെടുത്ത് എറിഞ്ഞു കളയുക. കണ്ണ്, വലത് കണ്ണ് പ്രധാനപ്പെട്ട കണ്ണാണല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്
പാപത്തിന് കാരണമാകുന്നെങ്കിൽ ചൂഴിഞ്ഞെടുത്ത് എറിഞ്ഞു കളയാനാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. തമാശ പറഞ്ഞതല്ല, അത്ര പ്രാധാന്യം അതിനുണ്ട്. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. കൊളോസോസ് ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസാൻമാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാശക്തി ഇവയെല്ലാം നശിപ്പിക്കുവീൻ. എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പൗലോസ് പറഞ്ഞു തരികയാണ്. ആത്മനിയന്ത്രണം പാലിക്കണം. സുഭാഷിതങ്ങളിൽ 16:32 ക്ഷമാശീലൻ കരുത്തിനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചടക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. 2 ഗുണങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ക്ഷമാശീലം, മറ്റേത് മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ. മനുഷ്യനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചടക്കുന്നവനേക്കാട്ടിൽ ശ്രേഷ്ഠനാണ്. ചെറിയ കാര്യമൊന്നുമല്ല. നമ്മൾക്ക് ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കണം. നാവിനെ നിയന്ത്രിക്കണം. യാക്കോബ് അപ്പസ്തോലൻ എടുത്തു പറയുന്നു 3:2 നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു, സംസാരത്തിൽ തെറ്റ് വരാത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ അവനെ കഴിയും. ഒരു ടെസ്റ്റിംഗ് കേസാണത്. സംസാരത്തിൽ നിയന്ത്രണം വേണം. ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിൽ വായിൽ വരുന്നതെല്ലാം അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, നിയന്ത്രിക്കണം. പറയാവുന്നതും പറയേണ്ടതും ഒക്കെയുള്ള വാക്കുകളൊക്കെ ഉണ്ട്. പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഒരിക്കലും പറയരുത്. ഒരേ ഉറവയിൽ നിന്ന് ചൂടുവെള്ളവും മറ്റേ തണുത്ത വെള്ളവും വരത്തില്ല. അതുകൊണ്ട് നിയന്ത്രണം ഉണ്ടായിരിക്കണം. വാക്കുകളിൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ 16-ാം വാക്യമാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്, ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഈ 16-ാം വാക്യത്തിലെ ആത്മാവ്, ജഡം, ഈ 2 വാക്കുകൾ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ആശയങ്ങൾ കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് ആ വാക്യത്തിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കും. ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. ആത്മാവെന്നുള്ള വാക്യം ഉപയോഗിക്കുന്നുള്ളതിലും പരിശുദ്ധാത്മാവെന്ന് ഉദ്ദേശിച്ചാണ് ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മാവെന്ന് പറഞ്ഞാൽ ശക്തിയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്. ദ സ്പിരിറ്റ് ഓഫ് പവർ. ശക്തി ലഭിക്കുന്നത് അങ്ങനെയാണ്. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം പോലും പൂർണ്ണമായ വിശ്വാസത്തിലേക്കോ ജ്ഞാനത്തിലേക്കോ അറിവിലേക്കോ വന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരുടെ ഭാവവും ചിന്തയും സകലതും അങ്ങ് മാറി. ധൈര്യമായിട്ട് പ്രസംഗിക്കാനും അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തക്കവണ്ണവും അവർ ശക്തരായി തീർന്നു. ഇതാണ് ശക്തി എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് ആത്മാവിൻ്റെ ശക്തിയാണത്. ശക്തിയുടെ ആത്മാവ്. 1 കൊറിന്ത്യർ 2:4 എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. പൗലോസ് തന്നെ പറയുകയാണ്. പൗലോസ് വലിയ ജ്ഞാനിയും അറിവുള്ളവനാണ്. പക്ഷേ പൗലോസ് പറയുന്നത് എൻ്റെ പ്രസംഗം എന്നൊക്കെ പറയുന്നത്, വചനം എന്നൊക്കെ പറയുന്നത് വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, അത് ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. ആത്മനിറവിൽ സംസാരിക്കുമ്പോൾ, ആത്മാവ് പറയുമ്പോൾ ഹൃദയങ്ങളിലേക്ക് അത് പതിയുകയും ആ ആത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ പരിവർത്തനം വരുത്തുകയും ചെയ്യുമ്പോൾ ആത്മാക്കൾ, ആ വ്യക്തികൾ രക്ഷ പ്രാപിക്കാനിടയാകുന്നു. ഇതാണ് എൻ്റെ പ്രത്യേകത. അത് ശക്തിയാണ്. റോമർ 15:13 പൗലോസ് വീണ്ടും എഴുതിയിരിക്കുന്നു, പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ
സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. സന്തോഷവും സമാധാനവും ഒക്കെ നമുക്കുണ്ടാകുന്നത് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോഴാണ്. നമുക്ക് ആ പ്രത്യാശയിലൊരു സമൃദ്ധി ഉണ്ടാകണം. അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. ആത്മാവ് എന്ന് പറയുന്നത് ക്രിസ്തീയ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും സ്രോതസ്സാണ്. നമുക്ക് സ്നേഹം, പ്രത്യാശ, വിശ്വാസം ഇതൊക്കെ ഉണ്ടാകുന്നത് തന്നെ പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അതാണ് സ്രോതസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിയമത്തിൽ നിന്നും ആത്മാവ് നമ്മെ സ്വതന്ത്രരാക്കുന്നു. ഗലാത്യ ലേഖനം തന്നെ 5-ാം അധ്യായം 18-ാം വാക്യം ഇനി നമ്മൾ പഠിക്കുന്നതാണ്. ആ വാക്യത്തിൽ പൗലോസ് അത് പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ജഡമോഹങ്ങളിൽ നിന്നും വിടുവിക്കുന്നത് ആത്മാവാണ്. ദത്തെടുത്ത് നമ്മെ പുത്രസ്ഥാനത്തേക്ക് ആക്കുന്നത് ആത്മാവിൻ്റെ ദാനമാണ്. ഗലാത്യർ 4:6 നമ്മൾ വായിച്ചു പഠിച്ചു, നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. റോമർ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഇനി ആത്മാവിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ആ പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ പൗലോസ് അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. മനുഷ്യൻ ബലഹീനനാണല്ലോ, സഹായിക്കുന്നത് ആത്മാവാണ്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ അത് നെടുവീർപ്പുകളാൽ ആയിരിക്കണമെന്ന് സൂചന ഇവിടെ ഉണ്ട്. നമുക്കറിയത്തില്ല എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന്, പക്ഷെ നമ്മുടെ ഉള്ളിലിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. ആത്മനിറമുണ്ടെങ്കിൽ ആ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. പിതാവിനോടുള്ള ബന്ധത്തെക്കുറിച്ച് ബോധ്യം നൽകുന്നത് ആത്മാവാണ്. ആത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിന്നും വ്യത്യസ്തമായ ഒന്നല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടിയുമാണ് ക്രിസ്തീയ വിശ്വാസികൾ പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇതിൻ്റെ സൂചന പൗലോസ് നൽകിയിട്ടുണ്ട്. ആത്മാവെന്നുള്ള വാക്കിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ജഡമെന്ന പദത്തെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ അറിയണം. ജഡമെന്ന പദം പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം നമുക്കൊന്ന് ചിന്തിക്കാം. പൗലോസിൻ്റെ എഴുത്തുകൾ പ്രകാരം മനുഷ്യൻ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് 2 ഭാഗങ്ങൾ കൊണ്ടാണ്. പൊതുധാരണയും അങ്ങനെ തന്നെയാണ്, ആത്മാവും ശരീരവും. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ആത്മാവും ഉണ്ട്, ശരീരവും ഉണ്ട്. 1 കൊരിന്ത്യർ 7:34 അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിൻ്റെ കാര്യത്തിൽ തൽപരരാണ്. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മാവും ശരീരവും ഉള്ളതാണ് എന്ന് അവിടെ സൂചനയുണ്ട് എന്നർത്ഥം.
ശരീരം എന്ന് പറയുമ്പോൾ ദൃശ്യവും സ്പർശവേദ്യവുമായ ആ ശരീരത്തെയാണ് നമ്മൾ ശരീരം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിന് സോമ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഈ ശരീരം എന്ന് കാണിക്കാൻ. 1 കൊരിന്ത്യർ 12:12 ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്, പല അവയവങ്ങൾ ചേർന്ന ഒരു ശരീരം. മാംസവും എല്ലുകളും എന്നാണ് പലപ്പോഴും ഈ ശരീരം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരർത്ഥം. എന്നാൽ അതിനേക്കാട്ടിലുപരിയായ ഒരർത്ഥവും ഈ സോമ ശരീരം എന്ന വാക്കിന് ഉണ്ട്. അതായത് ഒരു വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. ഒരു വ്യക്തി അത് സൂചിപ്പിക്കാൻ ആ വാക്ക് ഉപയോഗിക്കും. ഫിലിപ്പിയർ 1:20 എനിക്ക് ഒന്നിലും ലജ്ജിക്കേണ്ടി വരികയില്ലെന്നും മറിച്ച് പൂർണ്ണധൈര്യത്തോടെ എപ്പോഴും എന്നപോലെ ഇപ്പോഴും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്നും എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുമുണ്ട്. ക്രിസ്തു എൻ്റെ ശരീരത്തിൽ മഹത്വപ്പെടണം എന്നെനിക്ക് ആഗ്രഹമുണ്ടെന്ന്. എൻ്റെ ശരീരമെന്നവിടെ പറയുമ്പോൾ ഞാൻ ആകുന്ന വ്യക്തിയിൽ എൻ്റെ വ്യക്തിത്വത്തിലേക്ക് ക്രിസ്തു വരണമെന്നും ക്രിസ്തു എന്നിൽ ജീവിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടെന്നർത്ഥം. അപ്പോൾ ശരീരം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ സൂചിപ്പിക്കുന്നതായിട്ടും ചിലയിടത്ത് അർത്ഥം വരും. ഇവിടെ പറയുമ്പോൾ അതൊരു പൂർണ്ണ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ് ശരീരമെന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പൗലോസിൻ്റെ ചില പ്രയോഗങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ അഥവാ വികാരങ്ങൾ, റോമാലേഖനം 6:12 ജഡമോഹങ്ങൾ എന്ന് പറയും. പാപപൂർണമായ ശരീരം, റോമ 6:6 ദുർബല ശരീരം, ഫിലിപ്പിയർ 3:20 എന്നീ പ്രകാരം പൗലോസ് പ്രയോഗിക്കുമ്പോൾ പാപം അഥവാ ജഡത്തിൻ്റെ ശക്തിയാൽ ഇളക്കപ്പെടുന്ന മനുഷ്യൻ എന്നർത്ഥമാകുന്നു. ബലഹീന മനുഷ്യൻ, ജഡമോഹങ്ങൾ, പാപത്താൽ വികാരങ്ങളാൽ ഇളക്കപ്പെടുന്ന മനുഷ്യനെ സൂചിപ്പിക്കാനാണ് ആ വാക്കുകൾ പൗലോസ് ഉപയോഗിക്കുന്നത്. റോമാലേഖനം 7:14 നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. റോമർ 7:18 എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു, നന്മ ഇച്ഛിക്കുവാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. അവിടെ ശരീരം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ഇവിടെയെല്ലാം പാപത്തിൻ്റെ നിയമത്തിന് അടിമപ്പെടുന്ന വ്യക്തിത്വങ്ങളെയാണ് കാണിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പുള്ള മനുഷ്യൻ ഈ അവസ്ഥയിലായിരുന്നു. ശരീരത്തെക്കുറിച്ച് അവർക്ക് പറയാം, പാപത്തിന് അടിമപ്പെട്ടതാണ്, പാപത്തിൻ്റെ പ്രേരണയുണ്ടാകുന്ന ശരീരമാണ് അവർക്കുള്ളത്. ക്രിസ്തുവിൻ്റെ വരവിന് ശേഷവും ക്രിസ്തുവിൽ ജീവിക്കാത്തവരും ആ അവസ്ഥയിൽ തന്നെയാണ്. ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ മാറ്റമുണ്ടാകുന്നു, പക്ഷെ ക്രിസ്തുവിൽ ജീവിക്കുന്നില്ലെങ്കിൽ അവരും ആ ശരീരത്തിൻ്റെ വാസനകളനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മാംസവും രക്തവും, ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്നൊരു പ്രയോഗമുണ്ട്. അത് മനുഷ്യനെ മൊത്തത്തിൽ, മനുഷ്യൻ എന്നുള്ള വാക്കിന് പകരം ഉപയോഗിക്കുന്നതാണ്. മാംസവും രക്തവും, ഫ്ലഷ് ആൻഡ് ബ്ലഡ്. എഫേസ്യസ് ലേഖനം 6:12 നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. തുടങ്ങുമ്പോൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല നാം പടവെട്ടുന്നതെന്ന് പറയുമ്പോൾ നമ്മളൊരു വേറൊരു മനുഷ്യനോടല്ല യുദ്ധം ചെയ്യുന്നത്. നമ്മൾ പോരാടുന്ന ശക്തി ഏതൊക്കെയാണെന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇവിടെ മനുഷ്യൻ്റെ ദുർബലമായ ആ അവസ്ഥയെക്കുറിച്ചാണ് ഈ പദം ഉപയോഗിക്കുന്നത്. മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. റോമർ 8:8 ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡികമായ അഭിലാഷങ്ങളുണ്ട്,
അത് മരണത്തിലേക്ക് നയിക്കുന്നതാണ്. ആത്മീയമായ അഭിലാഷങ്ങളുണ്ട്, അത് ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ആത്മശോധന ചെയ്ത് നോക്കണം, നമ്മുടെ അഭിലാഷങ്ങൾ ജഡികമാണോ ആത്മീയമാണോ എന്ന്. അപ്പം ജഡികമായ അഭിലാഷങ്ങൾ അത് മരണത്തിലേക്കാണ് നയിക്കുന്നത്. മരണം എന്നുള്ളതുകൊണ്ട് പല അർത്ഥങ്ങൾ വരും. ഒന്ന്, നമ്മുടെ ശാരീരികമായ നമ്മുടെ മരണം, നമ്മളെ ലോകത്തിലെ മരണം എന്ന് പറയുന്ന മരണം. രണ്ട്, നരകത്തിലേക്കുള്ള നമ്മുടെ യാത്ര, നമ്മൾ മരിച്ച് നരകത്തിൽ പോകത്തക്കൊണ്ടുള്ള ജീവിതം, അതാണ് മരണമെന്ന് പറയുന്നത്. മറ്റേത് ആത്മീയാഭിലാഷങ്ങളാണെങ്കിൽ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജീവനിലേക്കെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്ക് സമൃദ്ധമായ ജീവൻ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, നിത്യജീവനെക്കുറിച്ച് ആ ജീവൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ നിത്യജീവനിലേക്കാണ് കയറുന്നത്. ആത്മീയ അഭിലാഷങ്ങൾ ഉള്ളവർക്ക് അങ്ങനെ സാധിക്കും. അപ്പോൾ സമാധാനത്തിലേക്കൂടെ കാര്യം. സ്വർഗമെന്ന് പറയുമ്പോൾ തന്നെ സമാധാനത്തിലേക്കാണല്ലേ. എന്തുകൊണ്ടാണ് എനിക്ക് ഈ ലോകത്തിൽ സമാധാനമില്ലാത്തത്? ഞാനൊരു ജഡിക അഭിലാഷങ്ങളിൽ മുഴുകിയിരിക്കുന്നവനാണോ, ആത്മീയ അഭിലാഷങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നവനാണോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഇന്ന് 15-ാം വാക്യവും 16-ാം വാക്യവുമാണ് പഠിച്ച് ധ്യാനിച്ചത്. സമയം നീളുന്നത് കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. 17-ാം വാക്യം മുതൽ 114-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് പഠിച്ച് ധ്യാനിക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്, ഒരു ആത്മീയ ജീവിതം നയിക്കേണ്ടത് നമ്മളെങ്ങനെ ആയിരിക്കണം, സ്നേഹത്തിൽ എങ്ങനെ ആയിരിക്കണം, ക്രിസ്തു മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ആത്മീയമായ അഭിലാഷങ്ങളാൽ നമ്മൾ ജീവിക്കണം, ജഡികാഭിലാഷങ്ങൾ നമ്മളെ നയിക്കരുത്. നമ്മളുടെ ക്രൂശിക്കപ്പെട്ട് നമ്മൾ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പഴയ മനുഷ്യൻ. നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് ക്രിസ്തുവിനോടുകൂടി. അതൊരു പുതിയ ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. ആ പുതിയ ജീവിതം നമ്മളെ നയിച്ച് മുന്നോട്ട് പോകണം. നമുക്ക് ഈ ജീവിതം നല്ലത് തന്നെ, മരണവും ഒരു നേട്ടമാണ്. മരണത്തെ ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല, നേട്ടമാണ്. ആ പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ആത്മീയമായിട്ട് വളരണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമുക്ക് ലഭിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുമ്പോൾ എല്ലാത്തിനെയും തരണം ചെയ്യാനൊക്കെയും നമുക്ക് സാധിക്കും. അത് ശക്തിയുടെ സ്രോതസ്സാണ്. അതുകൊണ്ട് ആത്മാവ് വരാൻ നമ്മൾ കാത്തിരിക്കണം. അപ്പോസ്തലന്മാരെല്ലാം പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ചതിന് ശേഷമാണ് അവർ ശക്തമായി ഈ പ്രവർത്തനങ്ങളിലേക്ക് പോയത്. കർത്താവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ കാത്തിരിക്കണം, ആത്മനിറവ്, ആത്മാവ് നിങ്ങളിലേക്ക് പകർന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ശക്തി പ്രാപിക്കും, ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികൾ ആയിരിക്കും. ആ ശക്തി പ്രാപിച്ചാൽ നമുക്ക് ഈ ലോകത്തെ തരണം ചെയ്യാൻ സാധിക്കും. ഒരു ആത്മീയ പോരാട്ടമാണ്, മനുഷ്യരോടല്ല, മറ്റ് ദുരാത്മാക്കളോടും ഒക്കെയാണ്. ആ ദുരാത്മാക്കളിരിക്കുന്ന സ്വർഗീയ ഇടവങ്ങളിൽ വരെ ഉണ്ടെന്നാണ് പൗലോസ് പറഞ്ഞത്. അതിനോടെല്ലാം എതിർത്ത് നമുക്ക് ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. അതിന് ശക്തി നമുക്ക് കിട്ടും. ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ് നമ്മളെ നയിക്കേണ്ടത്. മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ അഭീഷ്ടം എന്തെന്ന് നമ്മൾ അറിയണം. നമ്മളൊരു കാര്യത്തിന് തീരുമാനമെടുക്കുമ്പോൾ, കർത്താവേ നിൻ്റെ ഹിതം തന്നെ നിറവേറണം, അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം. അത് നമുക്ക് തിരിച്ചറിയാൻ വയ്യായെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ നിൻ്റെ ഹിതം എന്തെന്ന് അറിയിക്കണമേ. മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന എന്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴും നമ്മൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നതാണ് നല്ലത്. കർത്താവേ നിൻ്റെ ഹിതം നിറവേറണം, എൻ്റെ ഇഷ്ടമല്ല, കർത്താവിൻ്റെ ഹിതം നിറവേറണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ. 17-ാം വാക്യം മുതൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ കൃപയും ആത്മനിറവും നമുക്കുണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.